നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്തുറ്റ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അത്യാധുനിക സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ആഗോള പ്രതിരോധ ഭീമന്മാരായ ലോക്ഹീഡ് മാർട്ടിൻ. കൂടുതൽ ദൂരത്തേക്ക് പറക്കാനും ദീർഘനേരം വായുവിൽ തുടരാനും വിവിധ ദൗത്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ കാര്യക്ഷമമായി വിന്യസിക്കാനുമുള്ള എൻഹാൻസ്ഡ് C-130J-30 പതിപ്പാണ് കമ്പനി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയിലെയും ഉയർന്ന മലനിരകളിലെ അതിർത്തി പ്രദേശങ്ങളിലെയും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം. നിലവിലെ സൂപ്പർ ഹെർക്കുലീസിന്റെ എല്ലാ പ്രധാന ശേഷികളും നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പതിപ്പിൽ നിരവധി നിർണായക പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസുമായി സഹകരിച്ച് വിമാനത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നതാണ് വലിയ പ്രത്യേകത. ലഡാക്കിലെയും അരുണാചലിലെയും ദുർഘടമായ അതിർത്തി മേഖലകളിലും തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ഇടപെടൽ ശക്തമാക്കുന്ന ഇന്ത്യക്ക് ലോക്ഹീഡ് മാർട്ടിന്റെ പുതിയ വാഗ്ദാനം വലിയ ഊർജ്ജമാകും. പ്രതിരോധ ലോകത്ത് എൻഹാൻസ്ഡ് C-130J എന്ന് വിളിക്കപ്പെടുന്ന ഈ പുത്തൻ വിമാനത്തിന്റെ പ്രധാന ആകർഷണം അതിന്റെ ചിറകുകൾക്ക് താഴെ ഘടിപ്പിച്ചിരിക്കുന്ന കൂറ്റൻ ഇന്ധന ടാങ്കുകളാണ്. ഇത് വിമാനത്തിന് ദീർഘനേരം വായുവിൽ തുടരാനുള്ള ശേഷിയും ദൗത്യങ്ങൾക്കായി സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരവും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. യാത്രാമധ്യേ വീണ്ടും ഇന്ധനം നിറയ്ക്കാനായി താവളങ്ങളിൽ നിർത്താതെ തന്നെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന പ്രതിരോധ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ വ്യോമസേനയ്ക്ക് ഇതിലൂടെ സാധിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും വിശാലമായ ഇൻഡോ പസഫിക് പ്രദേശങ്ങളിലും ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ തന്ത്രപ്രധാനമായ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു ശേഷിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. വർദ്ധിച്ച ഇന്ധനശേഷി ലഡാക്ക് പോലുള്ള ഉയർന്ന മലനിരകളിലേക്കും മറ്റു വിദൂര അതിർത്തി മേഖലകളിലേക്കും കൂടുതൽ ആഴത്തിലുള്ള തന്ത്രപ്രധാന ദൗത്യങ്ങൾ നടത്താനും സഹായിക്കും. മുൻനിരയിലെ താൽക്കാലിക സൈനിക താവളങ്ങളിൽ ഇന്ധനം നിറയ്ക്കേണ്ട സാഹചര്യം കുറയുന്നതോടെ സുരക്ഷയും പ്രവർത്തന വേഗതയും വർദ്ധിക്കും. വിമാനത്തിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ അടിമുടി പരിഷ്കരിക്കുന്ന ബ്ലോക്ക് 8.1 ഏവിയോണിക് സംവിധാനമാണ് ഇതിലുള്ളത്. അത്യാധുനിക നാവിഗേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ലിങ്ക് സംവിധാനങ്ങൾ യുദ്ധ സാഹചര്യങ്ങളിലെ സങ്കീർണ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ പൈലറ്റ്മാരെ സഹായിക്കും. ഭാരം കുറഞ്ഞ രീതിയിലാണ് ഇതിന്റെ പുതിയ ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് വിമാനത്തിന് കൂടുതൽ ഇന്ധനവും സൈനിക സാമഗ്രികളും ഒരേ സമയം വഹിക്കാനുള്ള ശേഷി നൽകുന്നു. സങ്കീർണമായ യുദ്ധ സാഹചര്യങ്ങളിൽ പോലും ചുറ്റുപാടുകളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ മെച്ചപ്പെടുത്തുന്നതിനും നെറ്റ്വർക്ക് അധിഷ്ഠിത പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും സഹായിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പുതിയ ഘടന. 2011 മുതലാണ് ഇന്ത്യൻ വ്യോമസേന സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. പ്രത്യേക സൈനിക നീക്കങ്ങൾക്കും അതിവേഗ പ്രതികരണ ദൗത്യങ്ങൾക്കും ഈ വിമാനങ്ങൾ ഇന്ന് രാജ്യത്തിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. ചെറിയ റൺവേകളിൽ പോലും സുരക്ഷിതമായി ഇറങ്ങാൻ കഴിയുന്ന സൂപ്പർ ഹെർക്കുലീസിന് പുതിയ കരുത്ത് കൂടി ലഭിക്കുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷി ആഗോള നിലവാരത്തിലേക്ക് ഉയരുമെന്ന് ഉറപ്പാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നിർമ്മിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന കമ്പനിയാണ് ലോക്ഹീഡ് മാർട്ടിൻ. ഇന്ത്യയുമായി വർഷങ്ങളുമായിട്ടുള്ള ശക്തമായ ബന്ധമാണ് ലോക്ഹീഡ് മാർട്ടിനുള്ളത്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ 12 C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങളുണ്ട്. ദുരന്ത നിവാരണങ്ങൾക്കും അതിർത്തിയിലെ പ്രത്യേക ദൗത്യങ്ങൾക്കുമാണ് ഇന്ത്യ ഉപയോഗിച്ചു വരുന്നത്. 1954 ആദ്യ ഹെർക്കുലീസ് വിമാനം യുണൈറ്റഡ് എയർഫോഴ്സിന്റെ ഭാഗമാകുന്നത്. തുടർന്ന് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഏകദേശം 2500 മുകളിൽ വിമാനങ്ങളാണ് കമ്പനി വിവിധ രാജ്യങ്ങളിലെ സേനകൾക്ക് നിർമ്മിച്ചു നൽകിയത്. ഏകദേശം 63 രാജ്യങ്ങൾ ഹെർക്കുലീസ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവയുടെ രണ്ടാം തലമുറയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പക്കലുള്ള C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനങ്ങൾ.